ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നടന്ന സംഭവം എന്ന മൂവിയുടെ കഥയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതൊരു കോളനിയിൽ നടക്കുന്ന സംഭവമാണ്. ആദ്യമായി സുരാജിൻ്റെ വീട്ടിൽ അവരുടെ മകളുടെ ബർത്ത്ഡേ പാർട്ടിയാണ് കാണിക്കുന്നത്. സുരാജിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അജിത്ത് എന്നാണ്. ഭാര്യ ധന്യ, അവർക്കൊരു മകൾ. അവർ ഭാര്യ ഭർത്താക്കന്മാർ, ഒട്ടും സ്വരച്ചേർച്ചയില്ലാത്തതാണ്. ഭാര്യയെ കൂട്ടുകാർക്ക് മുന്നിൽ പരിഹസിക്കുന്നവനും വളരെ കർക്കശക്കാരനുമായിട്ടാണ് സുരാജിൻ്റെ കഥാപാത്രം കാണിക്കുന്നത്. ആ കോളനിയിലെ ആണുങ്ങളെല്ലാം കമ്പനി അടിച്ച് മദ്യപിക്കുമ്പോൾ എല്ലാവരെയും പറ്റി ഗോസിപ്പ് പറയുന്ന ഒരു ഓൺലൈൻ റിപ്പോർട്ടറാണ് ലിങ്കൻ. അങ്ങനെ ഒരു ദിവസം ആ കോളനിയിലേക്ക് ഒരു പുതിയ താമസക്കാർ വരുന്നു. അതാണ് ബിജു മേനോനും ഫാമിലിയും. ശ്രീകുമാർ, റോഷി, പിന്നെ അവരുടെ മകളും. ബിജു മേനോൻ ഒരു മറൈൻ എഞ്ചിനീയറാണ്. ഭാര്യ റോഷിയും ജോലിക്കാരിയാണ്. ബിജു മേനോൻ മറൈൻ എഞ്ചിനീയർ ആയത് കാരണം 6 മാസം ലീവിലാണ്. അവർ വളരെ സന്തുഷ്ടരായി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ദമ്പതികളാണ്. അവർ താമസിക്കാൻ എത്തുന്നത് സുരാജിൻ്റെ അയൽക്കാരായിട്ടാണ്. ഭാര്യ ജോലിക്ക് പോകുന്നത് കാരണം വീട്ടിലെ ജോലികളെല്ലാം ബിജു മേനോൻ ചെയ്യുന്നത് കാണിക്കുന്നു. കോളനിയിലെ സ്ത്രീകൾക്കെല്ലാം ബിജു മേനോൻ്റെ ക്യാരക്ടർ ഇഷ്ടമാകുന്നു. ബിജു മേനോൻ്റെ മകൾക്ക് ആടുവാനായി ഒരു ഊഞ്ഞാൽ കെട്ടുന്നു. കുട്ടികളൊക്കെ ബിജു മേനോൻ്റെ വീട്ടിൽ വന്നാടുകയും അങ്ങനെ കുട്ടികളുമായി അമ്മമാർ വീട്ടിൽ വരികയും എല്ലാവരുമായിട്ട് ബിജു മേനോൻ കമ്പനിയാകുകയും ചെയ്യുന്നു. മെയിൻ ഗോസിപ്പുകാരനായ ലിങ്കൻ ഇവൻ എല്ലാ വീട്ടിലും കയറി ഇറങ്ങുകയാണെന്ന് പറയുന്നു. എങ്ങനെയെങ്കിലും ബിജു മേനോനെ ആ കോളനിയിൽ നിന്ന് പുറത്താക്കണമെന്ന് അവർ ആലോചിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ബിജു മേനോൻ്റെ വീട്ടിൽ ഒരു സെയിൽസ് ഗേൾ വരുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഒരു ബുക്ക് അവർ പർച്ചേസ് ചെയ്യുന്നു. ആ സമയത്ത് ബിജു മേനോൻ്റെ ഭാര്യ വീട്ടിലില്ലായിരുന്നു. സെയിൽസ് ഗേൾ വാഷ്റൂം യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നു. ആ കുട്ടിക്ക് എന്തോ ഫുഡ് ഇൻഫെക്ഷൻ പറ്റിയതാണെന്ന് പറയുന്നു. ബിജു മേനോൻ്റെ കുട്ടി ബുക്ക് ഫ്രണ്ടിനെ കാണിക്കാൻ പോകുന്നു. സെയിൽസ് ഗേൾ വീടിനകത്തേക്ക് കയറിപ്പോകുന്നത് ഗോസിപ്പ് ലിങ്കൻ കാണുകയും നേരെ സുരാജിൻ്റെ വീട്ടിൽ പോയി പറയുകയും ഇപ്പോൾ തന്നെ കൈയോടെ പിടിക്കണമെന്ന് പറയുന്നു. സുരാജ് ബിജു മേനോൻ്റെ വീട്ടിൽ കയറി തല്ലുകയും ഗോസിപ്പുകാരൻ ലിങ്കൻ ബിജു മേനോനെയും സെയിൽസ് ഗേളിനെയും വീഡിയോ എടുക്കുകയും ചെയ്യുന്നു. ഗോസിപ്പുകാരൻ അത് കോളനിയുടെ ഗ്രൂപ്പിലിടുകയും കോളനി പ്രസിഡന്റ് 24 മണിക്കൂറിൽ വീട് ഒഴിയാൻ ബിജു മേനോനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ബിജു മേനോൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. ഇതറിഞ്ഞ സുരാജ് ഫ്രണ്ട് ISPയെ വിളിച്ച് കേസ് കോംപ്രമൈസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കുറച്ചു സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പോലീസ് തെളിവെടുപ്പ് ആരംഭിക്കുന്നു. സെയിൽസ് ഗേളിനെ വിളിക്കുന്നു. സുരാജിൻ്റെ ഭാര്യയെയും വിളിപ്പിക്കുന്നു. സെയിൽസ് ഗേൾ നടന്ന സംഭവം അതുപോലെ പറയുന്നു. ഫുഡ് പോയ്സൺ ആയതുകൊണ്ട് ടോയ്ലറ്റ് യൂസ് ചെയ്തതാണെന്ന്. ആ സമയത്ത് സുരാജ് പറയുന്നു, എൻ്റെ ഭാര്യയോട് ബിജു മേനോൻ അപമര്യാദയായി പെരുമാറിയത് കാരണമാണ് അയാൾ ബിജു മേനോനെ തല്ലിയതെന്ന് പറയുന്നു. എന്നാൽ ഭാര്യയോട് ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ആവശ്യപ്പെടുന്നു. അപമര്യാദയായി പെരുമാറിയത് എന്ന് പറയുന്ന സംഭവം ഇതാണ്. കോളനിയിലെ സുരാജിൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യയും സുരാജിൻ്റെ ഭാര്യയും തമ്മിലുള്ള സംഭാഷണം സുരാജിൻ്റെ ഫ്രണ്ട് റെക്കോർഡ് ചെയ്യുന്നു. അതിലവർ സംസാരിക്കുന്നത് സ്വയംഭോഗത്തെ പറ്റിയാണ്. അത് പറഞ്ഞു കൊടുത്തത് ബിജു മേനോനാണെന്ന് സുരാജിൻ്റെ ഭാര്യ പറയുന്നു. അതാണ് സംഭവം. പോലീസ് സുരാജിൻ്റെ ഭാര്യയെ വിളിപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അവർക്കൊരു പരാതിയും ഇല്ല എന്ന് പറയുന്നു. അവർക്ക് ഹേർട്ടായത് വളരെ പ്രൈവസിയിൽ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചത് റെക്കോർഡ് ചെയ്ത് അത് എല്ലാവർക്കും ഫോർവേഡ് ചെയ്യുകയും പോലീസുകാർ വരെ വളരെ അപമര്യാദയായി പറഞ്ഞ് രസിക്കുകയും പരിഹാസച്ചിരി ചിരിച്ചതുമാണ് അവരെ ഹേർട്ട് ചെയ്തതെന്നും അവർ അറിയിക്കുന്നു. ഇത് കേട്ട ബിജു മേനോൻ എനിക്ക് പരാതിയും ഒന്നുമില്ല എന്ന് പറഞ്ഞ് പരാതി പിൻവലിക്കുകയും അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നു. സുരാജിനോട് പോലീസ് ഓഫീസർ നിന്റെ മിടുക്കുകൊണ്ടൊന്നുമല്ല, ബിജു മേനോൻ നിന്റെ ഭാര്യയിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് പരാതി പിൻവലിച്ചതെന്ന് പറയുന്നു. ഇത് കേട്ട സുരാജ് ഭാര്യയെ വീട്ടിൽ ചെന്ന് നല്ലപോലെ മർദ്ദിക്കുന്നു. ഇത് കേട്ടുവന്ന ബിജു മേനോനും സുരാജും കൂടി നല്ല തല്ലുണ്ടാകുന്നു. ബിജു മേനോൻ്റെ ഭാര്യ പോലീസിനെ വിളിക്കുന്നു. രണ്ടുപേർക്കും പരാതിയില്ല എന്ന് പറയുന്നു. സുരാജിൻ്റെ ഭാര്യ ആ രാത്രി തന്നെ കുഞ്ഞിനെയും കൊണ്ട് വീട് വിട്ടു പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കുറച്ചു മാസങ്ങൾക്ക് ശേഷം വീണ്ടും സുരാജിൻ്റെ മകളുടെ ബർത്ത്ഡേ പാർട്ടി. അതിൽ സുരാജ് ഇല്ല, പക്ഷേ ബിജു മേനോനും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ താൻ ഹാപ്പിയാണെന്നും ജോലിക്ക് പോകുന്നുണ്ടെന്നും പറയുന്നു. സുരാജ് മകളെ വന്ന് കാണാറുണ്ട് എന്നും അറിയിക്കുന്നു. തൻ്റെ ഭർത്താവ് അത്ര പെട്ടെന്നൊന്നും മാറില്ലെന്ന് സുരാജിൻ്റെ ഭാര്യ പറയുന്നു. അതോടെ മൂവി അവസാനിക്കുന്നു.